ഷാനവാസിന്റെ ദയ കൊണ്ട് മാത്രമാണ് നെവിൻ ഇന്നലെ പുറത്താകാതെ. കൂടുതൽ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. ഷാനവാസ് ഇന്നലെ തിരിച്ചു വന്നു. ലാലേട്ട പോയതിനു ശേഷം ഇവരെല്ലാവരും കൂടെ പറയുന്നുണ്ട്. അപ്പം നെവിനും അക്ബറും ജയിലിലാണ്. ആ സമയത്ത് പറയുന്നുണ്ട് നെവിൻ്റെ കൈ എൻ്റെ നെഞ്ചിൽ കൊണ്ടു എന്ന് പറയുന്നുണ്ട്. അത് ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ്. പക്ഷെ ഷാനവാസ് വന്നിട്ട് ബിഗ് ബോസിനോട് ഒരു വേണം പറയായിരുന്നു, എന്നെ ഫിസിക്കൽ അസാൾട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് അത് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കൈ ദേഹത്തുണ്ടെന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ കാണുമായിരിക്കും. അതുകൊണ്ട് നെവിനെ ഇവിടെ പുറത്താക്കണം എന്ന് വേണം പറയാമായിരുന്നു. എങ്കിലേ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ കയറുമോ എന്ന് പറയാമായിരുന്നു. അപ്പം ഒരു ഗത്യന്തരമില്ലാതെ ബിഗ് ബോസ് നെവിനെ പുറത്താക്കിയാൽ ഇത്രയും ഗുരുതരപരമായ ആരോപണങ്ങൾ നെവിനെ ഉണ്ടായിട്ടും നെവിൻ അവിടെ നിർത്തിയിരിക്കുകയാണ്. ചെറിയൊരു ശിക്ഷ കൊടുത്ത് നാട്ടുകാരെയും അവിടെയുള്ളവരെയും ബോധിപ്പിക്കും. പക്ഷെ ഷാനവാസിന്റെ ദയ കൊണ്ട് മാത്രമാണ് നെവിൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. ഷാനവാസ് മിണ്ടിയില്ല. ഷാനവാസ് പോട്ടെ എന്നുള്ള രീതി പുള്ളി അത് ഒരു പരാതിയും പറഞ്ഞില്ല. പുള്ളി അകത്തേക്ക് വന്ന് എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇങ്ങനെ എല്ലാവരും ചെയ്യണ്ട. നെവിനെ പുറത്താക്കണം, ലാലേട്ട നെവിനെ പുറത്താക്കണം, എന്നെ ഫിസിക്കൽ അസൾട്ട് ചെയ്ത് എനിക്ക് ഇത്രയും വലിയ ഇതുണ്ടായി എന്നങ്ങ് പറയണമായിരുന്നു. പറയുമായിരുന്നു നെവിൻ്റെ അവിടുത്തെ എല്ലാം തീർന്നാൽ നെവിനെ പുറത്താക്കും. വേറെ ഗത്യന്തരമില്ല ബിഗ് ബോസിന്. അല്ലാതെ ബിഗ് ബോസ് ഒരിക്കലും നെവിനെ പുറത്താക്കത്തില്ല. അത് നമുക്ക് ഇന്നലെ കൊണ്ട് മനസ്സിലായ കാര്യമാണ്. ഇതേ സമയം അനുമോളോ ഷാനവാസോ അനീഷോ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ, അവരെ പിടിച്ച് പുറത്താക്കിയാണ് ഫിസിക്കൽ അസാൾട്ട് എന്ന് പറയുന്നത്. ഷാനവാസ് തന്നെ ഇന്നലെ പറയുന്നുണ്ട്, അവൻ്റെ കൈ എൻ്റെ ദേഹത്തുണ്ട്, ആ സമയത്താണ് എനിക്ക് നെഞ്ചുവേദനയാണ്. അത് ലാലേട്ടൻ ലൈവിന് പോയതിന് ശേഷം നടന്ന രാത്രിയിലെ ലൈവിലാണ് ഞാനിത് കണ്ടത്. ഷാനവാസ് ഇന്നലെ മിണ്ടില്ല, പുള്ളി അവിടെ പോട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു ഗെയിമായിട്ട് അങ്ങോട്ട് എടുത്ത് കാണും. അതേസമയം നമ്മുടെ റിയാസ് സലീമില്ലേ, ഡോക്ടർ റോബിനെ പുറത്താക്കി റിയാസ് സലീം ആണെങ്കിൽ അപ്പോൾ തന്നെ ഫിസിക്കൽ അസൾട്ട് എന്ന് പറഞ്ഞ് ഇതുണ്ട് ബഹളം വെച്ചാൽ ഒന്ന് തള്ളിയെന്നും പറഞ്ഞ് ഡോക്ടർ റോബിനെ പുറത്താക്കി. അതേ ബിഗ് ബോസ് എന്തുകൊണ്ട് നെവിനെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന നെവിനെ പുറത്താക്കിയില്ല? നെവിനെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല? അതൊരു ചോദ്യമാണ്. ചെറിയൊരു ശിക്ഷ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒതുക്കി. അടുത്ത തവണ നെവിൻ അതിലും അപകടകാരിയാവും. അതുപോലെ അനുമോടെ ബെഡിൽ വെള്ളം ഒഴിച്ചു. ഈ വെള്ളം ഒഴിച്ചിട്ട് അതുപോലും ലാലേട്ടൻ ചോദിച്ചില്ല. അതേസമയം അനുമോള് നേരെ നെവിനെ അല്ല അക്ബറെ ചെയ്തെങ്കിൽ ലാലേട്ടൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ അനുവിനോട് ആര് പറഞ്ഞു എന്നും പറഞ്ഞ് അവരുടെ മെക്കെട്ട് കയറി. നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ, അതവിടെ നിൽക്കട്ടെ. എന്നാലും ഷാനവാസിന്റെ നന്മയും ഷാനവാസിന്റെ ദയ കൊണ്ട് മാത്രമാണ് ഇന്നലെ നെവിനോടെ നിന്നത്. ഷാനവാസ് പോകണ ഓർത്ത് കാണും, പോട്ടെ ആ ഒരു രീതിയിൽ അങ്ങ് എടുത്ത് കാണും. ഷാനവാസിന് പറയാം, അതിനുള്ള ഇതുണ്ട്. ആൾക്കാർ ജനങ്ങൾ കാണുന്ന ഷോയാണ്. എനിക്ക് നെവിൻ്റെ കൂടെ എനിക്ക് ഇനി നെവിനെ അപകടകാരിയാണ്, എനിക്ക് ഇനി വരാൻ സാധ്യതയുണ്ട്, ഇനി എന്നെ ഉപദ്രവിക്കും, അതുകൊണ്ട് നെവിൻ എന്നെ ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് നെവിനെ പുറത്താക്കിയിട്ട് ഞാൻ ഇവിടുന്ന് കയറൂ എന്ന് പറയായിരുന്നു. അത് ആളുകൾ കാണുന്ന ഷോയാണ്. പിന്നെ ബിഗ് ബോസിനൊന്നും പറ്റത്തില്ല. ബിഗ് ബോസ് നെവിനെ പുറത്താക്കുക ചെയ്ത്. പക്ഷെ അദ്ദേഹത്തിന്റെ നന്മ അദ്ദേഹത്തിന്റെ ദയ കൊണ്ടും ആണ് നെവിൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്താൽ